എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അജയകുമാർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ്രാക്ഷാരിഷ്ടത്തെക്കുറിച്ചാണ്. ഏറ്റവും നല്ലൊരു മരുന്നാണ് ദ്രാക്ഷാരിഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ ദ്രാക്ഷാരിഷ്ടത്തെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ ദ്രാക്ഷാരിഷ്ടം എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ, ആർക്കെല്ലാം അത് ഉപയോഗിക്കാം, എന്തെല്ലാം അസുഖങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നു എന്നെല്ലാം നമ്മൾ വിശദമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. ദ്രാക്ഷ എന്ന് പറഞ്ഞാൽ മുന്തിരിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ മുന്തിരിങ്ങ വാങ്ങിച്ച് കഴിച്ചാൽ തന്നെ നമ്മൾക്ക് ഒരുപാട് ബ്ലഡ് കൂട്ടാനായിട്ട് നമ്മൾ സാധാരണ ഈ മുന്തിരി നമ്മൾ കഴിക്കുന്നുണ്ട്. പിന്നെ ഈ ദ്രാക്ഷ ഉണക്ക മുന്തിരി നമ്മൾ വാങ്ങിയതിന് ശേഷം ഇത് നല്ലവണ്ണം കഷായം വയ്ക്കുന്നു. അതിനുശേഷം ശർക്കര പൊടിച്ചതിന് ശേഷം ഇത് ഉരുക്കിയെടുത്തിട്ട് ഈ കഷായത്തിൽ നമ്മൾ യോജിപ്പിക്കുന്നു. അതിനുശേഷം കുരുമുളക്, തിപ്പലി, ഏലത്തരി, ഞാഴൽപ്പൂവ്, നാഗപ്പൂവ്, കുരുമുളക്, വിളയുപ്പ് എന്നിവ പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് യോജിപ്പിക്കുന്നു. ഒരു മാസം ഇത് കെട്ടിവെച്ചതിന് ശേഷം നമ്മൾ അരിച്ചെടുക്കുന്നു. ഇതാണ് ദ്രാക്ഷാരിഷ്ടം. ഇനി ദ്രാക്ഷാരിഷ്ടം നമുക്ക് ആർക്കെല്ലാം ദ്രാക്ഷാരിഷ്ടം ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. മുതിർന്നവർക്കും കുട്ടികൾക്കും ദ്രാക്ഷാരിഷ്ടം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അത് ഡോസേജ് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ദ്രാക്ഷാരിഷ്ടം മറ്റുള്ള മരുന്നുകളുടെ കൂടിയാണ് അധികവും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാറ്. കാരണം ദ്രാക്ഷാരിഷ്ടം തനിച്ചല്ല നമ്മൾ അധികം കൊടുക്കുന്നത്. അപ്പോൾ ദ്രാക്ഷ ഇതിനകത്ത് കൂടുതലാണല്ലോ. അപ്പോൾ ഈ വിളർച്ചയും പിന്നെ രക്തക്കുറവുമായിട്ട് ഒരുപാട് പേഷ്യൻസ് നമ്മളെടുത്ത് വരും. അവർക്ക് അധികവും ദ്രാക്ഷാരിഷ്ടവും ലാഭാസവും മിക്സ് ചെയ്ത് കുറച്ച് നാൾ കഴിക്കുമ്പോൾ തന്നെ ബ്ലഡ് നല്ല കൗണ്ട് അവർക്ക് കൂടി നമ്മൾ കാണുന്നുണ്ട്. ചില ആൾക്കാർ നമ്മളോട് വന്നിട്ട് പറയും, നമ്മൾ നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ശരീരത്തിന് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുന്നുണ്ട്, ശരീരം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു വരുന്നുണ്ട്, ഒരു ഉന്മേഷം തോന്നുന്നില്ല എന്നെല്ലാം പറയും. ശരീരത്തിന് നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ പുഷ്ടിയും കാണുന്നില്ല. ഇതിനെല്ലാം നമ്മൾക്ക് ദ്രാക്ഷാരിഷ്ടം വളരെ നല്ലതായിട്ട് ഒരു ഔഷധമാണ്. അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവിന് ദ്രാക്ഷാരിഷ്ടം വളരെ നല്ല ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് വീണ് പരിക്ക് പറ്റാം, കുട്ടികൾ കളിക്കുമ്പോൾ വീണ് പരിക്കുകൾ പറ്റാം. അങ്ങനെ നമ്മൾ വീണിട്ട് പരിക്കു പറ്റുന്ന ഒരുപാട് ഡാമേജസ് ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾക്ക് ദ്രാക്ഷാരിഷ്ടം ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. പരിക്കു പറ്റിയവർക്ക് വളരെ നല്ലൊരു ഔഷധമാണ് ദ്രാക്ഷാരിഷ്ടം. ശ്വാസ സംബന്ധമായ അസുഖമുള്ളവർ, കഫ സംബന്ധമായുള്ള അസുഖമുള്ളവർ, ശ്വാസം മുട്ട് രോഗം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവർ എന്നിവർക്ക് ദ്രാക്ഷാരിഷ്ടം നല്ല ഗുണം ചെയ്യുന്നതാണ്. ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുവാനും ദ്രാക്ഷാരിഷ്ടം നല്ലതായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. നമ്മളുടെ അടുത്ത് പേഷ്യൻസ് വരുമ്പോൾ ചില ആൾക്കാർ പറയുന്നതാണ്, നല്ല മലബന്ധമാണ് അവർക്ക്, അതുകൊണ്ട് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് അവർ കഴിക്കും, അത് കഴിച്ചാലേ അവർക്കൊരു സുഖം കിട്ടുന്നുള്ളൂ, എന്നാൽ ആ മലബന്ധം മാറുള്ളൂ എന്നാണ് ഈ പേഷ്യൻസ് പറയുന്നത്. നിങ്ങൾ ദ്രാക്ഷാരിഷ്ടം ഉപയോഗിക്കാനായിട്ട് പല പേഷ്യൻസിനെ ഞാൻ പറഞ്ഞു കൊടുത്തു. അവർക്ക് നല്ല വ്യത്യാസമെല്ലാം വന്നിട്ടുണ്ട്. ദ്രാക്ഷാരിഷ്ടം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലബന്ധവും മാറി കിട്ടും, നമ്മളുടെ രക്തവും നമുക്ക് വർദ്ധിച്ചു കിട്ടും. നമ്മൾക്കുണ്ടാവുന്ന ഡൈജസ്റ്റീവ് പ്രോബ്ലത്തിന് നമ്മൾക്ക് ദ്രാക്ഷാരിഷ്ടം നല്ല ഫലം ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഡൈജസ്റ്റീവായിട്ട് ഒരുപാട് ഇഷ്യൂസ് നമ്മൾക്ക് ഉണ്ടാക്കുന്നു. നമ്മൾക്ക് പുളിച്ചത് കൽപ്പലുണ്ടാക്കും, നമ്മൾക്ക് ഗ്യാസ് ഉണ്ടായിരിക്കാം, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ദ്രാക്ഷാരിഷ്ടം ഒരു 25 മില്ലി വീതം രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ചാൽ നല്ല ഗുണം കിട്ടുന്നതായിരിക്കും. പിന്നെ ഉറക്കം നന്നായിട്ട് കിട്ടും നമുക്ക് ദ്രാക്ഷാരിഷ്ടം കഴിച്ചു കഴിഞ്ഞാൽ, ക്ഷീണവും മാറി കിട്ടും. അപ്പോൾ ഇത്ര നല്ല ദ്രാക്ഷാരിഷ്ടം നമ്മൾക്ക് കഴിച്ചതുകൊണ്ട് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നമ്മൾക്ക് കിട്ടുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത്, ഏതൊരു മരുന്ന് കഴിക്കുന്നതിന് മുൻപ് ഒരു ഡോക്ടർ അഡ്വൈസ് നമ്മൾ തേടിയിരിക്കും.